ഡോക്ടർ, നമ്മുടെ ഈ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ്? ശരിക്കും പറഞ്ഞാൽ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ഈ ബർത്ത്, ഡെലിവറി, അതൊക്കെയാണല്ലോ. ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. ഒബ്സ്ട്രെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവ സംബന്ധമായ, ഓക്കെ. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം. മനസ്സിലായി? അപ്പൊ ഒബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രസവം ആയിട്ട് ബന്ധം, അതൊരു വേറെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കാ ശരിക്കും. ഓക്കെ. അപ്പം അത് ഞാൻ ബേസിക്കലി എല്ലാം ചെയ്യുന്നുണ്ട്, ബട്ട് കൂടുതൽ ഗൈനക്കോളജിയിലാണ്. ബ്ലീഡിങ്, ഇപ്പൊ യൂട്രസിന്റെ മറ്റ് പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, പോളിസിസ്റ്റിക് ഓവറി, പിന്നെ എൻഡോമെട്രിയോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ സ്പെഷ്യലൈസേഷൻ. അതായത് റോബോട്ടിക് സെന്റർ ആയതുകൊണ്ട് നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സർജറി ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം ഇവിടുത്തെ ഒരു ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഡെലിവറിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലിനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡീഷണൽ? ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹോസ്പിറ്റലാണ്. ഓക്കെ. അതായത് പ്രീ കൺസെപ്ഷൻ തൊട്ട് ജനിക്കാൻ പോണ കുട്ടിക്കുള്ള ഇത് തൊട്ട് നമ്മൾ IVF, IUI അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉള്ള ഹോസ്പിറ്റലാണ്. അതെ. അപ്പൊ നമുക്ക് ആസ് വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താണ് നമ്മൾ UK എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ലേബർ റൂം ഉണ്ട്, ലേബർ സ്യൂട്ട്സ് ഉണ്ട്, കമ്പാനിയനിങ് ലേബർ, ഹസ്ബൻഡ് കൂടി ഇരിക്കാം. സിസേറിയൻ അകത്ത് ഞങ്ങൾ പിന്നെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരുപാട് പെയിൻലെസ് ലേബർ, എപ്പിഡ്യൂറലും അങ്ങനത്തെ പെയിൻലെസ് ലേബർ, എല്ലാം വാട്ടെവർ യു ആസ്ക് വി ഹാവ്. പിന്നെന്തൊക്കെയാണ് അഡീഷണൽ ബെനിഫിറ്റ്സ്? ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഡോക്ടർ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഈ ഒരു സെന്റർ? ഞങ്ങളുടെ അക്കാഡമിക് സെന്റർ ആണ്, ബേസിക്കലി അക്കാഡമിക് സെന്റർ ആണ്. ഓൾറെഡി ഞങ്ങൾ മിനിമൽ ആക്സസ് സർജറി എന്ന് വെച്ചാൽ കീഹോൾ സർജറീസിന്റെ ഒക്കെ ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കൻസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇത് റോബോട്ടിക് സെന്ററും കൂടെ ആയതുകൊണ്ട് അതിനും കൂടെ ഉള്ള ട്രെയിനിങ്, ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലത്ത് റോബോട്ടിക് ട്രെയിനിങ് സെന്റർ, ഇപ്പൊ വെറ്റ് ലാബ്, ട്രൈ ലാബ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാഡാവർ നമ്മള് ഡെഡ് ബോഡിയിൽ ഇത് കണക്ട് ചെയ്തിട്ട് പഠിക്കണം. സോ അപ്പൊ അത് ആക്ച്വലി രാമയ്യ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇവരെ മെഡിക്കൽ കോളേജും കൂടെ അസോസിയേറ്റഡ് ആയതുകൊണ്ട് അത് പ്രോസസ് ചെയ്തെടുക്കണം. എന്റെ സാങ്ഷൻ ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ ആ ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ മിനിമൽ ആക്സസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി വെറ്റ് ലാബ്, ഡ്രൈ ലാബ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. ഓക്കെ, അതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേറെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം കുട്ടികളെ നോക്കുന്ന ദമ്പതിമാര്, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇൻഫെർട്ടിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്? എല്ലാം ഉണ്ട്. നമുക്ക് IUI, IVF, പിന്നെ ബാങ്കിങ്, നമുക്ക് അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന കുട്ടികൾക്ക് അവരുടെ ടെസ്റ്റിസ്, അവരുടെ സ്പേമോ ഓവറിയൊക്കെ സേവ് ചെയ്യാനുള്ള അവസരം. കീമോതെറാപ്പിക്ക് മുമ്പ് പോണതിന് മുമ്പ് അതിൽ നിന്ന് നമുക്ക് എഗ്ഗും സ്പേമും റിട്രീവ് ചെയ്ത് നമ്മൾ ബാങ്ക് ചെയ്യും. ശരി. അപ്പൊ അങ്ങനെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ, ഓങ്കോ സർജറി, അപ്പൊ അങ്ങനത്തെ സർജറി, ഫെർട്ടിലിറ്റി എൻഹാൻസിങ്, റീജനറേറ്റീവ് മെഡിസിൻ, ഇപ്പൊ PRP, സ്റ്റെം സെൽസ്, പിന്നെ കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് ഗൈനക്കോളജി, ലേസേഴ്സ്, വജൈനൽ ടൈറ്റനിങ്, മമ്മി മേക്ക് ഓവർ, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ നമുക്ക് ആരും പുറത്തുവിടത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വെബ്സൈറ്റിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്താലും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഓൺലൈൻ എല്ലാം വെബ്സൈറ്റിലുണ്ട്. ഐ കൻ ഗിവ് യു ദ നമ്പേഴ്സ് ആസ് വെൽ, ഓൾ ദ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു.